സാർ, എനിക്ക് തൊട്ട് മുമ്പ് പ്രസംഗിച്ച ശ്രീ ടി സിദ്ദീഖ് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തും സഭയിലെ അംഗവും വയനാട് ജില്ലയിൽ നിന്നുള്ള അംഗമാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയിലെ അവസാനത്തെ രംഗമാണ്. തനിയാവർത്തനം സിനിമ സിദ്ദീഖ് കണ്ടിട്ടുണ്ടാകും, പ്രതിപക്ഷാംഗങ്ങളും കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിനിമയിൽ മമ്മൂട്ടി എന്ന കഥാപാത്രം ഭ്രാന്തനാക്കപ്പെടുന്നുണ്ട്. ഭ്രാന്തനാക്കപ്പെട്ട മമ്മൂട്ടിക്ക് ചോറിൽ വിഷം കലർത്തി അമ്മ നൽകി. അമ്മയും ആ വിഷച്ചോറുണ്ട് മരിക്കുന്ന ഒരു രംഗമുണ്ട്. വളരെ ഹൃദയസ്പർക്കായിട്ടുള്ള രംഗം. സത്യത്തിൽ സമാനമായ രംഗമാണ് വയനാട്ടിലെ DCC ട്രഷറർ വിജയന്റെ കാര്യത്തിലും സംഭവിച്ചത്. സാർ, വിജയൻ കോൺഗ്രസിനെ സ്നേഹിച്ചു എന്ന തെറ്റേ ചെയ്തിട്ടുള്ളൂ. കോൺഗ്രസിനുകാരനായി ജീവിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. SI പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കാതെ വിജയനെപ്പോലെ ഒരാൾ വയനാട് ജില്ലയിൽ കോൺഗ്രസിന്റെ കേഡറായിട്ട് ഉണ്ടാകണം എന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ പോലും താല്പര്യപ്പെട്ടു. അങ്ങനെയാണ് SI ആയി CI ആയി എവിടെയോ എത്തേണ്ടിയിരുന്ന വിജയൻ അവസാനം കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിൽക്കുകയും കോൺഗ്രസിന്റെ DCCയുടെ ട്രഷറർ ആവുകയും ചെയ്തത്. ആ വിജയനെയാണ് സഹപ്രവർത്തകർ ചേർന്ന് വഞ്ചിച്ചത്. വഞ്ചന അതിരുവിട്ടപ്പോ, എല്ലാ അതിർവരമ്പുകളും അത് ഭേദിച്ചപ്പോ വിജയന് തൻ്റെ ഭിന്നശേഷിക്കാരനായ മകന് വിഷം നൽകി സ്വയം വിഷം കഴിച്ച് മരിക്കേണ്ട ദുര്യോഗമുണ്ടായി. സാർ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിച്ച് ആളുകൾ നിൽക്കുക? സ്വന്തം സഹപ്രവർത്തകരാൽ അതിഹീനമായി വഞ്ചിക്കപ്പെട്ടതിന് ശേഷം അത് സഹിക്കവയ്യാതെ സ്വന്തം ഭിന്നശേഷിക്കാരനായ മകന് വിഷം കൊടുത്ത് മരിക്കുന്ന ഒരു രക്ഷിതാവിന്റെ മുഖം ആ ഭാഗത്ത് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു. സാർ, എന്തേ സിദ്ദീഖ് സംസാരിച്ചപ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്? അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല സാർ. അതിൽ യാതൊരു തരത്തിലുള്ള ന്യായവും ന്യായീകരണവും ഇല്ല. സാർ, ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് ആ സംഭവത്തോട് കോൺഗ്രസ് പാർട്ടി എടുത്ത സമീപനം എന്താണ്? വഴിയിലൂടെ പോകുന്നവരെ മുഴുവൻ ജയിലിൽ പിടിച്ചാക്കുന്ന കോട്ടിട്ട ഏമാന്മാരില്ലേ നമ്മളുടെ നാട്ടിൽ? ആ ഏമാന്മാർക്ക് എന്തേ ഒരാത്മഹത്യാ കുറിപ്പ് അടിസ്ഥാന കാരണമായിട്ട് കാണാൻ കഴിയാതെ പോയത്? സാർ, ഇപ്പോ നമ്മളുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു പൊതുവികാരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തും ചെയ്യണമെന്നുണ്ടോ? നിങ്ങൾക്ക് ആളുകളെ കൊല്ലണമെന്നുണ്ടോ? നിങ്ങൾക്ക് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തണമെന്നുണ്ടോ? നിങ്ങൾക്ക് വഞ്ചിക്കണമെന്നുണ്ടോ? ചതിക്കണമെന്നുണ്ടോ? ബി എ കോൺഗ്രസ് മാൻ, ബി എ UDF പേഴ്സൺ, ബി എ ലീഗ് മാൻ. എങ്കിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങളുടെ പരിലാളന നിങ്ങൾക്ക് കിട്ടും.